കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ HTML ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ HTML-നെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് HTML ഡോക്യുമെൻ്റ് എഴുതുന്നത്, അതെങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്നാണ്. നമുക്ക് തുടർച്ചയായിട്ട് HTML-ന്റെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. ആദ്യത്തെ സെക്ഷൻ ക്രിയേറ്റിംഗ് HTML ഡോക്യുമെൻ്റ് ആണ്. HTML ഡോക്യുമെന്റിന്റെ അകത്ത് നമുക്കറിയാം, HTML ഡോക്യുമെന്റിന്റെ അകത്ത് HTML ടാഗ്സ് ആണ്. ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ടാഗ്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ബ്രാക്കറ്റിൽ എഴുതുന്ന എന്തിനേയും ടാഗ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്ന എന്തിനേയും ടാഗ്. ഉദാഹരണത്തിന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് വായിക്കുന്നത് ബോഡി ടാഗ് എന്നാണ്. അപ്പോൾ HTML-ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, കമാൻഡ്സ് ആണ് ടാഗ്. അപ്പോൾ ടാഗ് എഴുതുന്നത് ഈ ആംഗിൾ ബ്രാക്കറ്റിനുള്ളിലായിരിക്കും. രണ്ട് തരത്തിലുള്ള ടാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കണ്ടെയ്നർ ടാഗും രണ്ട് എംപ്റ്റി ടാഗും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗങ്ങൾ നോക്കുകയാണ്. ഇനി ഈ HTML-ന്റെ ഡോക്യുമെന്റ് എവിടെ എഴുതാവുന്ന, ഞാൻ പറഞ്ഞു HTML-ന്റെ ഈ കോഡ് എഴുതാവുന്ന നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എവിടെയും എഴുതാം. നമുക്ക് ഇവിടെ നോക്ക്, നമ്മൾ ജീനി എഡിറ്റ്, അതായത് നമ്മുടെ C++ എഴുതുന്ന കമ്പൈൽ ചെയ്യുന്ന വിൻഡോയിൽ അല്ലെ കോഡ് എഴുതുന്ന വിൻഡോയിൽ ടെക്സ്റ്റ് പാഡ് ഉണ്ട്, നോട്ട് പാഡ് ഉണ്ട്, എവിടെ വേണമെങ്കിലും എഴുതാം. നമ്മളിപ്പോൾ എഴുതുന്ന C++ന്റെ കോഡ് എഴുതുന്ന സെയിം പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇത് എഴുതാം. ഇനി നമുക്കറിയാം, നമ്മൾ ഈ ഒരു HTML-ന്റെ ഡോക്യുമെന്റ് എഴുതി കഴിഞ്ഞാൽ അത് സേവ് ചെയ്യുന്ന എങ്ങനെയാണ്, അതിന്റെ എക്സ്റ്റൻഷൻ എന്താണ്, .html അല്ലെങ്കിൽ .htm. നമ്മൾ സേവ് ചെയ്യുമ്പോൾ .html അല്ലെങ്കിൽ .htm എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ ഇതിനെ എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, sample.html. നമുക്ക് sample.htm എന്നും എഴുതാം, sample.html എന്നും എഴുതാം. ഇനി നമ്മൾ എഴുതിയ കോഡ് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അതിനെ നമ്മൾ ബ്രൗസർ എന്നാണ് പറയുന്നത്. നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള ബ്രൗസർ അറിയാം. മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നുണ്ട്, ഗൂഗിൾ ക്രോം ഉണ്ട്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ബ്രൗസേഴ്സ് ഉണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് ബ്രൗസറാണോ ആ ബ്രൗസറിലാണ് നമ്മുടെ HTML ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ HTML-ന്റെ ഡോക്യുമെന്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ബ്രൗസർ വഴിയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇന്നത്തെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. നമ്മളൊരു കോഡ് എഴുതി, ആ കോഡ് എഴുതിയിട്ട് ഉദാഹരണത്തിന് വെബ് പേജ് എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഒരു ബ്രൗസറിൽ കൂടെ ആയിരിക്കും. നമ്മൾ ഇന്നലെ കണ്ട എക്സാമ്പിൾ, ലാസ്റ്റ് കണ്ട എക്സാമ്പിൾ ഇതാണ്. നമ്മൾ എഴുതുന്ന HTML ഡോക്യുമെന്റ് വ്യൂ ചെയ്യുന്നത്, കാണുന്നത് ബ്രൗസറിൽ കൂടിയാണ്. ഓക്കെ, ഈ എസെൻഷ്യൽ HTML ടാഗ്സ് നമുക്കറിയാം. ഈ ടാഗ് വെച്ചാണ് HTML ഡോക്യുമെന്റിൽ HTML വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടാഗിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പാരാമീറ്റേഴ്സ്. അതിന് നമ്മൾ പറയുന്ന പേര് ആട്രിബ്യൂട്ട് എന്നാണ്. എങ്ങനെയാണ് ആട്രിബ്യൂട്ട് എഴുതുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടു. ഉദാഹരണത്തിന് ബോഡിയുടെ BG കളർ ഗ്രീൻ ആക്കണം. നമ്മൾ എങ്ങനെ എഴുതും? ബോഡി BG കളർ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ ഗ്രീൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ ഗ്രീൻ എന്ന് എഴുതാം, അല്ലേ? അപ്പൊ ഇവിടെ ബോഡി എന്ന് പറയുന്നത് ടാഗിന്റെ പേരാണ്. ഈ സ്പേസ് കഴിഞ്ഞ് എഴുതിയേക്കുന്നതിന്റെ ആട്രിബ്യൂട്ടാണ്. ഈക്വൽസ് കഴിഞ്ഞ് ഈ സിംഗിൾ കോട്ട്സിലോ അല്ലെ ഡബിൾ കോട്ട്സിലോ എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആ സെക്ഷൻ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എസെൻഷ്യൽ ടാഗ്സ് പറയാൻ പോവാണ്. ഒന്നാമത്തെ ടാഗ് HTML ടാഗ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, സാധാരണ രീതിയിൽ ഒരു HTML ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ടാഗിലാണ്? ഇന്നലെ കണ്ടു, സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ടാഗില്ല? HTML. HTML എന്ന് പറയുന്ന ടാഗിലായിരിക്കും സാധാരണ ഒരു HTML പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന HTML ടാഗ് എന്താണെന്നാണ്. ഈ HTML ടാഗ് ഒരു പെയറിലാണ്. HTML ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ HTML ടാഗ് ക്ലോസ് ചെയ്യണം. അങ്ങനത്തെ ടാഗിന് പറയുന്ന പേര് എന്താ? നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ ടാഗിന് പറയുന്ന പേര് കണ്ടെയ്നർ ടാഗ്. അപ്പോൾ HTML ഡോക്യുമെന്റിന്റെ അകത്ത് ആ ടാഗ് ഒരു പെയർ ഓഫ് ടാഗ്സ്, HTML ആൻഡ് ക്ലോസിംഗ് HTML. ബാക്കിയുള്ള എല്ലാ ടാഗുകളും HTML ടാഗിന് ഉള്ളിലായിരിക്കും. ഇവിടെ പറഞ്ഞിട്ട് നോക്കിയ സാധാരണ രീതിയിൽ ഇൻ ജനറൽ HTML ഈസ് ഓൾവേസ് ദ ഫസ്റ്റ് ടാഗ് ഇൻ HTML പേജ് ആൻഡ് ക്ലോസിംഗ് HTML. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്ലാഷ് ഇടുക, ഫോർവേഡ് സ്ലാഷ്, അതായത് ടാഗ് ഓപ്പൺ ചെയ്യുക, ഫോർവേഡ് സ്ലാഷ് ഇടുക, HTML ഈസ് ദി ലാസ്റ്റ് ടാഗ്. ആണല്ലോ ഒരു HTML സാധാരണ രീതിയിൽ തുടങ്ങുന്ന HTML-ലും അവസാനിക്കുന്നത് ക്ലോസിംഗ് HTML-ലുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഈ HTML-ന്റെ അകത്താണ്
നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ HTML സ്ട്രക്ചർ കണ്ടു. HTML സ്ട്രക്ചർ ഓർക്കുന്നുണ്ടോ? നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. എന്താണ് HTML സ്ട്രക്ചർ? HTML കഴിഞ്ഞ അടുത്ത ടാഗ് എന്താണ് ഓർക്കുന്നുണ്ടോ? HTML കഴിഞ്ഞ അടുത്ത ടാഗ് ഹെഡ് ആണ്. അത് കഴിഞ്ഞ് ഉള്ള ടാഗിന്റെ പേര് ടൈറ്റിൽ. ഈ സ്ട്രക്ചർ മറന്നു പോകല്ല. ഞാൻ അവിടെ കൊമേഴ്സ് എന്ന് എഴുതി. ഇനി നമുക്കറിയാം ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യണം. എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? നമ്മൾ ഈ ആംഗിൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഫോർവേഡ് / ക്ലോസ് ചെയ്യേണ്ട ടാഗ് എഴുതുക. ഇനി ഹെഡ് ക്ലോസ് ചെയ്യണം. ഇതുപോലെ തന്നെ ഇനി ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ബോഡിയുടെ BG കളർ ഒരു കളർ കൊടുക്കുകയാണ്. BG കളർ ഇങ്ങനെ ഒരു കളർ ഉണ്ട്, സ്യാൻ എന്ന് പറയുന്ന ഒരു കളർ. ഇങ്ങനത്തെ ഒരു കളർ കൊടുത്തു. അത് കഴിഞ്ഞിട്ടേന് വെൽക്കം ഓൾ എന്ന് കൊടുത്തു. ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഇനി ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം. ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യേണ്ടത് ഏതാണ്? HTML എന്നുള്ള ടാഗാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യും? ഫയൽ എടുക്കുക. നമുക്കറിയാം സേവസ് കൊടുത്തിട്ടതിന് നമുക്ക് ഒരു പേജ് .html എന്നും പറഞ്ഞ് ഞാൻ സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുന്നു. ഇത് നമുക്ക് ഇവിടുന്ന് ഈ എക്സിക്യൂട്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഞാൻ ഈ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോഴും ഇത് ഓപ്പൺ ആവും. നമുക്ക് എളുപ്പത്തിൽ അത് ചെയ്യാം. ഞാൻ എക്സിക്യൂട്ട് ബട്ടണിൽ പ്രസ് ചെയ്തപ്പം ഇതാണ് ഞാൻ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഞാനിവിടെ CYA എന്നും പറഞ്ഞൊരു കളറാണ് കൊടുത്തത്. സ്യാൻ എന്ന് പറയുന്ന കളറാണ് കൊടുത്തത്. അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അതായി. ഓക്കെ, നമ്മൾക്ക് ഇനി നോക്കാം. നമ്മുടെ ആ വിൻഡോ നമ്മൾ കണ്ടു. ഇതാണ് വെൽക്കം ഓൾ. ഈ വെൽക്കം ഓൾ എന്നുള്ളത് ഇത് നമുക്കൊരു ബ്ലൂ കളറിൽ കാണണം. ഇന്നലെ ക്ലാസ് കണ്ടവർക്കറിയാം അതിന്റെ കോഡിൽ നമ്മൾ എന്ത് വ്യത്യാസം വരുത്തും. ഇവിടെ ടെക്സ്റ്റ് ഈക്വൽസ് ബ്ലൂ എന്ന് കൊടുത്തു. ഇനി സേവ് ചെയ്യുക. ഇവിടെ നിന്നുകൊണ്ട് എക്സിക്യൂട്ട് കൊടുത്താൽ മതി. അതിന്റെ ടെക്സ്റ്റിന്റെ കളർ നോക്കി ഇപ്പം ബ്ലൂ ആണ് കണ്ടത്. നമ്മുടെ പേര് സേവ് ചെയ്തിരിക്കുന്നത് page.html. അതാണ് അഡ്രസ് ബാറിൽ കാണുന്നത്, page.html. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഈ HTMLന്റെ സ്ട്രക്ചർ, ഇതിന് HTMLന് രണ്ട് പ്രധാനപ്പെട്ട സെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഹെഡ് ടാഗും രണ്ടാമത്തേത് ബോഡി ടാഗും. ഒരു ക്ലാസ്സിനോട് തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ്. അതുകൊണ്ട് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി മനസ്സിലാകാൻ പ്രയാസമാണ്. അപ്പം HTML രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഹെഡ് ടാഗും ബോഡി ടാഗും. ഹെഡിനുള്ളിലാണ് നമ്മുടെ ഈ ടൈറ്റില്. ഇനി നമ്മൾ പഠിക്കും സ്ക്രിപ്റ്റും എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. നമ്മൾ പിന്നീടേ പഠിക്കത്തുള്ളൂ. അപ്പം ഹെഡ് അതിൻ്റെ ഉള്ളിലാണ് ടൈറ്റില് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത്. ബോഡി ടാഗിനുള്ളിലാണ് നമ്മുടെ ആക്ച്വൽ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ് എഴുതുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ HTMLന്റെ കോഡ്, അതായത് HTMLന്റെ നമ്മൾ കോഡ് എഴുതുന്നത് എങ്ങനെയാണെന്നാണ്. നമുക്ക് HTMLന്റെ കോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന HTML ടാഗിലാണ്. അത് ഏറ്റവും അവസാനം HTML എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് മെയിൻ രണ്ട് സെക്ഷൻസ് ഏതൊക്കെയാണ്? ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. അത് ഏതിനുള്ളിലാണ്? ഈ രണ്ട് HTMLനുള്ളിലായിരിക്കും ആണല്ലോ. നോക്കിക്കേ, ഈ HTMLന്റെ ഉള്ളിലാണ് നമ്മുടെ ഹെഡ് സെക്ഷനും അതുപോലെ തന്നെ ബോഡി സെക്ഷനും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം ആട്രിബ്യൂട്ട് എന്താന്ന് പറഞ്ഞു. ഈ എക്സാമ്പിൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട് ഏതാ? ഇതിനകത്ത് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ഒന്ന് BG കളറാണ്. ബോഡി എന്ന് പറയുന്ന ടാഗിന് കൊടുക്കുന്ന എക്സ്ട്രാ ഇൻഫർമേഷനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ BG കളർ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. അപ്പൊ ഈ C++ന്റെ ഇതിൻ്റെ അകത്ത് എഴുതുമ്പോഴത്തേന് നമുക്ക് ഒരു കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതായത് ടാഗുകളെല്ലാം ബ്ലൂ കളറില്ല, ആട്രിബ്യൂട്ട് എല്ലാം ഗ്രീൻ കളറില്ല. അത് കഴിഞ്ഞ് ഈക്വൽ ടു ഒരു വയലറ്റ് കളറിൽ, അതിന്റെ വാല്യൂ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറിലും ആയിരിക്കും കാണുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയാൻ പോകുന്ന ആട്രിബ്യൂട്ട്, ഇപ്പം ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട് BG കളറാന്ന് പറഞ്ഞു. HTML എന്ന് പറയുന്ന ടാഗിന്റെ ആട്രിബ്യൂട്ടാണ് പറയുന്നത്. HTML എന്ന് പറയുന്ന ടാഗിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാൻ പോവാണ്. ആട്രിബ്യൂട്ട്സ് ഓഫ് HTML. HTML എന്ന് പറയുന്ന ടാഗിന് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, ആട്രിബ്യൂട്ട്സ് ഓഫ് HTML. HTML എന്ന് പറയുന്ന ടാഗിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ഒന്നാമത്തെ ആട്രിബ്യൂട്ടിന്റെ പേര് dir. രണ്ടാമത്തെ ആട്രിബ്യൂട്ടിന്റെ പേര് lang. dir എന്ന് സൂചിപ്പിക്കുന്നത് എനിക്കത് മനസ്സിലാകുന്നതെന്ന് തോന്നുന്നു. dir എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ്. lang എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഗ്വേജ്. നമുക്കറിയാം, ഞാൻ സാധാരണ രീതി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്കാണ്. എന്നാൽ ചില ലാംഗ്വേജ്, ഉദാഹരണത്തിന് അറബിക്ക് അല്ലെ ഹിബ്രു പോലുള്ള ലാംഗ്വേജ് റൈറ്റ് സൈഡിൽ നിന്ന് വലത്തുവശത്ത് നിന്ന് ഇടത്തേക്ക് എഴുതുന്നത്. ഇപ്പൊ dir എന്ന് പറഞ്ഞ HTMLന്റെ പേജ് എങ്ങനെ കാണുന്നത്? സാധാരണ രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതുന്നത്. ഇനി ഇവിടെ
ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ഇതിന് രണ്ട് വാല്യൂസ് ഉണ്ട്. വാല്യൂ എന്താണെന്ന് കൂടെ നോക്കിക്കേ. ഈ ഈക്വൽസ് കഴിഞ്ഞ് ആട്രിബ്യൂട്ട് കഴിഞ്ഞ് ഈക്വൽസ് കഴിഞ്ഞ് കൊടുക്കുന്ന സിംഗിൾ കോട്ട്സ് കൊടുക്കുന്ന ആ കണ്ടന്റിന് പറയുന്ന പേര് വാല്യൂ. ഈ HTML എന്ന് പറയുന്ന ഈ ടാഗിന്റെ ആട്രിബ്യൂട്ട് DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് രണ്ട് വാല്യൂ ഉണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ വാല്യൂവിന്റെ പേര് LTR എന്നാണ്. LTR എന്ന് കണ്ടത് എന്താണെന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. LTRന്റെ ഫുൾ ഫോം ലെഫ്റ്റ് ടു റൈറ്റ് എന്നാണ്, ഇടതുവശത്ത് നിന്ന് വലത്തേക്ക്. അപ്പൊ രണ്ടാമത്തെ വാല്യൂ എന്തായിരിക്കും? രണ്ടാമത്തെ വാല്യൂവിന്റെ പേര് RTL എന്നാണ്. എന്തായിരിക്കും? റൈറ്റ് ടു ലെഫ്റ്റ് എന്നായിരിക്കും. റൈറ്റ് ടു ലെഫ്റ്റ്. സാധാരണ രീതിയിൽ ഏതായിരിക്കും ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയായിരിക്കും എഴുതി വരുന്നത്? നമ്മൾ എഴുതി നോക്കുമ്പോഴത്തേനും അറിയാം. നോക്കിക്കേ, ഞാനിവിടെ എഴുതാൻ പോവാണ്. എവിടുന്ന് എഴുതി തുടങ്ങുന്നത്? ഇടതുവശത്ത് നിന്ന് വലത്തേക്ക് ആണല്ലോ. അപ്പൊ സാധാരണ രീതിയിൽ LTR ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML-ന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ആട്രിബ്യൂട്ടിന്റെ പേര് ഏതൊക്കെയാണ്? DIR-ഉം ലാങ്ങും. DIR എന്ന് പറഞ്ഞാൽ എന്താണ്? DIR എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ. ഇതിന് രണ്ട് വാല്യൂസ് ഉണ്ട്. എങ്ങനെയാണ് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നമ്മുടെ വെബ് പേജിൽ നമ്മുടെ ആ വിൻഡോയിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം? വെബ് പേജിന്റെ അകത്തെ ടെക്സ്റ്റ് നമ്മൾ നോക്കി, ഇവിടെ ഇതെല്ലാം ലെഫ്റ്റിൽ നിന്ന് എഴുതുന്നത്. അതിന് രണ്ട് വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. LTR എന്താ? ലെഫ്റ്റ് ടു റൈറ്റ്. RTL എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു ലെഫ്റ്റ്. ഡിഫോൾട്ട് ആയിട്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ DIR-ന്റെ വാല്യൂ LTR ആയിരിക്കും. ഒക്കെ നമ്മൾ ഇവിടെ ഒരു പേജ് കണ്ടു. ഇതാണ് page.html. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു ഉണ്ടല്ലോ. എനിക്ക് ഈ വെൽക്കം ഓൾ ഇവിടെ നിന്ന് എഴുതി വരണം, റൈറ്റിൽ നിന്ന്. നിങ്ങൾക്ക് ഈ കോഡ് നോക്കി പറയാമോ എങ്ങനെയായിരിക്കും ഈ കോഡിന്റെ അകത്ത് വ്യത്യാസം വരുത്തുന്നത്? എനിക്ക് ഈ വെൽക്കം ഓൾ എന്നുള്ളത് റൈറ്റ് സൈഡിൽ നിന്ന് എഴുതി വരണം. ഏത് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതിന്റെ ആട്രിബ്യൂട്ടാണ്? HTML-ന്റെ ഏത് ആട്രിബ്യൂട്ടാണ്? DIR ഈക്വൽസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതാൻ വേണ്ടിയുള്ള അതിന്റെ വാല്യൂ എന്താണ്? RTL എന്നാണ്. RTL. ഞാനിത് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പൊ നോക്കിക്കാം, വെൽക്കം ഓൾ നോക്കിക്കാം, റൈറ്റ് സൈഡിൽ നിന്നാണ് എഴുതി വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ കണ്ടന്റ് എഴുതി കൊടുക്കാം. വെൽക്കം ഓൾ നമ്മൾ മാറ്റിയിട്ട് this is an example to show the attributes of HTML tag എന്ന് എഴുതി. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇത് കണ്ടോ, റൈറ്റ് സൈഡിൽ നിന്ന് എഴുതി വന്നേ കണ്ടോ? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ടു ഷോ. ഈ സൈഡിൽ നിന്ന് എഴുതി വരുന്നത്, ഇവിടുന്ന് അങ്ങോട്ടല്ല പോകുന്നത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ RTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് പറയുന്നത്. അതിന് രണ്ട് DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് രണ്ട് വാല്യൂസ് ആണ്, LTR-ഉം RTL. ഞാൻ ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ ഇവിടുത്തെ കോഡ് എടുത്തിട്ട് ഈ കോഡിന്റെ അകത്ത് DIR പറഞ്ഞു കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എഴുതി വരും? അതാ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി അത് എവിടെ നിന്ന് എഴുതി വരുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാൻ സേവ് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എഴുതി വരുന്നത്. ഇവിടെയാണ് സ്പേസ് കിടക്കുന്നത്. ഇവിടെ അങ്ങോട്ട് എഴുതി പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഡിഫോൾട്ട് ആയിട്ടുള്ള അതിന്റെ വാല്യൂ LTR ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക അടുത്ത ആട്രിബ്യൂട്ട്. രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ HTML എന്ന് പറയുന്ന ടാഗിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. ഒന്ന് DIR, രണ്ടാമത്തെ എന്താ? ലാങ്. ലാങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ ഈ വെബ് പേജ്, നമ്മൾ ഈ എക്സിക്യൂട്ട് ചെയ്ത വെബ് പേജിന്റെ അകത്തെ കണ്ടന്റ് ഇതെല്ലാം ഹിന്ദി കാണണം, അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ കാണണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എങ്ങനെ എഴുതി കൊടുക്കുന്നത്? HTML-ന്റെ ടാഗിൽ നിന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ലാങ് എന്ന് എഴുതുക, ഈക്വൽസ്, നമുക്കറിയാം വാല്യൂ ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ കൊടുക്കുന്നത്. എന്തെല്ലാം വാല്യൂസ് ഉണ്ടെന്നറിയാം. ചില പ്രധാനപ്പെട്ട വാല്യൂസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ആയിട്ട് ഇംഗ്ലീഷ് ആണ്. ഫ്രഞ്ച് വേണമെങ്കിൽ FR എന്ന് എഴുതണം. ജർമ്മൻ വേണമെങ്കിൽ DE, ഡച്ച് എന്നുള്ളതിനാണ്. ഇറ്റാലിയൻ IT, അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട്. അറബിക്കിനാണ് AR, ഹിന്ദിക്കാണ് HI, റഷ്യനാണ് RU എന്നൊക്കെ എഴുതി കൊടുക്കണം. പക്ഷെ നമ്മുടെ ഇതിന്റെ അകത്ത് ആ ഫോണ്ട് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ എഴുതി കൊടുത്താൽ അത് അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ആകത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എഴുതി കൊടുക്കാവുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് ഹിന്ദി കാണണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഹിന്ദി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഹിന്ദി എന്ന് പറയുന്ന ഫോണ്ട് ഇല്ല. ഇനി ഹിന്ദി വേണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കുന്നത്? HTML ലാങ് ഈക്വൽസ് HI എന്ന് എഴുതി കൊടുത്തു. ഓക്കെ,
എന്നിട്ട് ഇത് സേവ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഇതിൻ്റെ അകത്ത് കണ്ടോ ട്രാൻസ്ലേറ്റ് പേജ് ടു ഹിന്ദി എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുവാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തന്നെ, പക്ഷെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ ലാംഗ്വേജിന് നമ്മുടെ ഫോണ്ട് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അതവിടെ വരത്തില്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് HTML ടാഗിന്റെ പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? DIRഉം ലാങ്ങും. ഓക്കെ, ലാങ് എന്താണെന്നാണ് പറയുന്നത്? ലാങ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ ലാംഗ്വേജ്. നോക്കാം, ഇപ്പൊ ഇംഗ്ലീഷ് വേണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇംഗ്ലീഷ്. അറബിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതിയേക്കും നോക്കിക്കേ, HTML ടാഗ് ഈക്വൽസ് AR. ഓക്കെ, അടുത്ത ടാഗ് ഹെഡ് ടാഗ്. ഇപ്പൊ നമ്മൾ ഓരോ ടാഗിനെ കുറിച്ചാണ് പറയുന്നത്. HTML ടാഗ് പറഞ്ഞു, അതിന് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, DIRഉം അതുപോലെ തന്നെ ലാങ്ങും. അടുത്ത ഹെഡ് ടാഗ്. ഹെഡ് ടാഗിന് എന്താന്ന് പറയുകയാണ്? ക്രിയേറ്റിംഗ് ഹെഡ്. അതായത് നമുക്കൊരു ഹെഡ് സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ തൊട്ട് മുന്നിൽ പറഞ്ഞു, ഇതിൻ്റെ അകത്താണ് ഹെഡ് ടാഗിനുള്ളിലാണ് ടൈറ്റിലും, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, സ്ക്രിപ്റ്റ്. നമ്മളത് പിന്നീട് പഠിക്കും. അപ്പൊ ഇതിനുള്ളിലാണ്, ഹെഡ് ടാഗിനുള്ളിലാണ് ടൈറ്റില്, ഇനി സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞുണ്ട്, ജാവ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അതൊക്കെ ഇവിടെ എഴുതുന്നത്. എന്താണ് ഹെഡ് ടാഗ് എന്ന് പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ഹെഡ് ഓഫ് HTML ഡോക്യുമെന്റ് which holds information about the document such as its title, scripts used. അതാണ് ഇപ്പം പറഞ്ഞത്. സ്റ്റൈൽ ഡെഫിനിഷൻസ് ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇതൊരു കണ്ടെയ്നർ ടാഗ്, അതായത് ഒരു പെയറില്ല. ഹെഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ക്ലോസ് ചെയ്യണം. അങ്ങനെയാണോ നോക്കിക്കേ, ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് സെക്ഷൻ. ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണെന്ന് പറഞ്ഞു. നമ്മളത് എല്ലാ ടാഗും പറഞ്ഞു കൊടുക്കണം, അത് കണ്ടെയ്നർ ടാഗ് ആണോ MD ടാഗ് ആണോ. അടുത്ത ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗ് കണ്ടെയ്നർ ടാഗ് ആണോ? എക്സാമ്പിൾ ആദ്യം നോക്കാം. ടൈറ്റിൽ ടാഗ് കണ്ടെയ്നർ ടാഗ് കണ്ടോ, ടൈറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്തിട്ട്. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ശീർഷകം, ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. എന്താണ് ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈറ്റിൽ ടാഗിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്ന ടൈറ്റില് അതിന്റെ ബ്രൗസറിന്റെ ടൈറ്റിൽ ബാറിൽ വരുന്നത്. സെർച്ച് എഞ്ചിൻ യൂസസ് ദി ടൈറ്റിൽ ടു ഐഡന്റിഫൈ ദ പേജ്. നമ്മൾ കൊടുക്കുന്ന ആ ടൈറ്റിൽ വെച്ചായിരിക്കും സെർച്ച് എഞ്ചിൻ നമ്മുടെ പേജിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ അകത്ത് ഈ ടൈറ്റിൽ എന്താണോ ആ ടൈറ്റിൽ വെച്ചായിരിക്കും സെർച്ച് എഞ്ചിൻ നമ്മുടെ വെബ് പേജിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് ടൈറ്റിൽ ടാഗ്. ഇത് കണ്ടെയ്നർ ടാഗ് ആണ്. കണ്ടെയ്നർ ടാഗ് ആണ് ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ എന്താണ് ടൈറ്റിൽ ടാഗ്? ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിനെ സെർച്ച് എഞ്ചിൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ടൈറ്റിൽ ബാറിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ആ പേര് വെച്ചാണ്. അതാണ് ടൈറ്റിൽ ടാഗ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോഡി ടാഗ്, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡി ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സും പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ബോഡി ടാഗ് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയുകയാണ്. HTML ഡോക്യുമെന്റ് എവിടെയാണ് എഴുതുന്നത്, എവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നോ അവിടെയെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. അതിന് ടെക്സ്റ്റ് എഡിറ്റർ എന്നാവും. എവിടെയാണോ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെയെല്ലാം. പക്ഷെ സേവ് ചെയ്യുന്ന പേര് .html അല്ലെങ്കിൽ പേര് .html സേവ് ചെയ്യണം. HTML നമ്മൾ എഴുതിയ ഡോക്യുമെന്റ് വ്യൂ ചെയ്യാൻ വേണ്ടി ബ്രൗസർ വേണം. ബ്രൗസറിൻ്റെ അകത്താണ് നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ എസെൻഷ്യൽ ടാഗ്സ് ഓരോന്ന് പറഞ്ഞു. HTML ടാഗ്, ഇതാണ് സ്റ്റാർട്ടിംഗ് ടാഗും എൻഡിങ് ടാഗും. കണ്ടെയ്നർ ടാഗ് ആണ്. ഇതിന് 2 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, DIRഉം ലാങ്ങും. DIRന് 2 വാല്യൂസ് ആണുള്ളത്, LTRഉം RTLഉം. LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, RTL എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഡിഫോൾട്ട് ആയിട്ട് ഇതിന്റെ വാല്യൂ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. ലാങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. നമുക്ക് ഒരു പ്രത്യേക ലാംഗ്വേജ് ആ വെബ് പേജിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് ഒരു പ്രത്യേക ലാംഗ്വേജിലായിരിക്കണം. നമ്മൾ ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഹെഡ് എന്താന്ന് പറഞ്ഞു. ഹെഡിൻ്റെ അകത്താണ് ടൈറ്റിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത്. കണ്ടെയ്നർ ടാഗ് ആണ്. അതുപോലത്തെ ടൈറ്റിൽ ടാഗ് നമ്മുടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വെച്ചാണ് ഈ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുന്ന വെബ് പേജിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പഠിച്ചത്. അടുത്ത സെക്ഷനിൽ നമുക്ക് ബോഡി ടാഗ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.